പുലിമടയിലാണ് നമ്മളുള്ളത്. പുലിമടയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എടുത്തു കാണാൻ പറ്റുന്ന ഒരു കാര്യം ആ കുട്ടിപ്പുലികളാണ്. കൂടുതൽ കുട്ടിപ്പുലികളുള്ള ഒരു മടയാണ് ശങ്കരൻകുളങ്ങര നമുക്ക് കാണാൻ കഴിയുന്നത്. 10ഓളം പേര് ഈ ഒരു പുലിക്കളുടെ ഭാഗമായിട്ട് കുട്ടികൾ വേഷം കെട്ടുന്നത്. അതിന്റെ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. രഘുവട്ടൻ നമ്മോടൊപ്പം ചേരുന്നത്. രഘുവട്ടാ, എന്തൊക്കെയാ നമ്മളെ ഇവിടുത്തെ പ്രത്യേകത? ഇപ്രാവശ്യം നമ്മുടെ പുലിക്കളി പുലിമടയിൽ നിന്ന് 3 മണിക്ക് ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോ 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള പുലികൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഏകദേശം 51 പുലികളുമായിട്ടാണ് ഇതൊരു ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളി ഇവിടെ ഇറങ്ങുന്നത്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള ടാബ്ലോ, പരിസ്ഥിതി സൗഹൃദം, ലഹരിക്കെതിരെയുള്ള അങ്ങനെ വലിയൊരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നമ്മൾ ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളിക്ക് ഇറങ്ങുന്നത്. കുട്ടിപ്പുലികള് എന്ത് പറയാനല്ലേ, 10ഓളം പേരുണ്ടല്ലേ? ഒരു 10-12ഓളം കുട്ടിപ്പുലികളുണ്ട്. അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇതൊക്കെ വേഷം കെട്ടുന്ന പുലികളാണോ? എല്ലാവരും എന്താണ് കുട്ടിപ്പുലിയുടെ പേര്? എത്രാം തവണ? ആദ്യത്തെ തവണയാണ് വേഷം കെട്ടാൻ പോണേ. എക്സൈറ്റ്മെന്റിലാണോ? നമ്മള് പകുതി പുലിയായി കഴിഞ്ഞു അല്ലേ? നമ്മള് നേരത്തെ കണ്ട അച്ഛൻ ഭക്ഷണം ഇതിലേക്ക് വായിലോട്ട് ആദ്യമായിട്ടാണ് വേഷം ആദ്യമായിട്ടാണ്. എന്താണ് ഈ പുലിവേഷം കെട്ടാൻ കാരണം? ഇതൊക്കെ പണ്ട് മുതലേ കണ്ട് അങ്ങനെ ഉണ്ടായതാണോ? നമ്മളെ ഇതിന്റെ ഏറ്റവും വലിയൊരു താളമാണ് അതിന്റെ ഒരു ആവേശം അല്ലേ? അങ്ങനെ നമുക്ക് താളത്തിലൊന്ന് കൊട്ടിയാലോ? കാഴ്ചകൾ പങ്കുവെക്കാം. ഇവിടെ ഇതിന്റെ പുറത്ത് ഇവിടെ കുറച്ച് പുലികളൊക്കെ തന്നെ പകുതി പുലിയായിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഇനിയിപ്പോ എന്തൊക്കെയാ ഇതിൽ വരാനുള്ളത്? ഇത് വരയമ്പുലിയാണോ പുലിപ്പുലിയാണോ? വരയമ്പുലിയാണ്. കടുവേനെ നമ്മള് വരയമ്പുലി എന്ന് പറയുന്നത് അല്ലേ? അവിടെ ഒരു കുട്ടിപ്പുലി ഇതാ പകുതി വരഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ മോന്റെ പേര്? എത്രാം തവണ ഇതിപ്പോ പുലിവേഷം കെട്ടുന്നത്? കഴിഞ്ഞോടെ കെട്ടിയത് ആദ്യമായിട്ടാണ്. കന്നിപ്പുലിയാണ്. എന്താണ് ഇങ്ങനെ പുലിവേഷം കെട്ടാനുള്ള കാര്യം? ഏട്ടന്മാരെ കെട്ടുന്ന ഇപ്പൊ നാളെ സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ പറയോ? ഒപ്പം പഠിക്കുന്നവരൊക്കെ അങ്ങനെ വേഷം കെട്ടുന്നുണ്ടാ? ഇല്ല, എന്നാലും നമുക്കൊരു വൈബാണല്ലേ? വീട്ടിലാരെങ്കിലും കെട്ടാറുണ്ടോ? അച്ഛനോ ചേട്ടനാരെങ്കിലും കെട്ടിക്കുന്നുണ്ട്? അങ്ങനെ ഇല്ല. അവരൊക്കെ എന്താ പറഞ്ഞ് പുലിവേഷം കെട്ടാ പറഞ്ഞപ്പോ? നീ കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ പുലിയാണ് കെട്ടാറുണ്ടാവും അല്ലേ? ചേട്ടന് ഏത് പുലിയാണ് ആവാൻ പോകുന്നത്? വെറൈറ്റി പുലിയാണ്. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞേ നമുക്ക് ആരാന്ന് അറിയണമെങ്കിൽ അതിനാണ് നമ്മള് വെള്ള പൂശി അല്ലേ? അത് വരക്കാരന് മാത്രമേ അറിയുള്ളൂ. ഫൗണ്ടേഷനാണ്. ചേട്ടൻ ഇവിടെ എവിടെ തന്നെയാണ് സ്ഥലം? എല്ലാ വർഷവും അങ്ങനെ കിട്ടുന്നതാണ്. ഇവിടെ ഇത് വരയമ്പുലിയുടെ ഒരുക്കാണ് അതുകൊണ്ട് അല്ലേ? വരയമ്പുലിയാണ്, കടുവയാണ്. നമ്മളെ പുലിമുരുകളിൽ പറയും പോലെ നിങ്ങൾക്കത് കടുവയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് വരയമ്പുലി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ വർഷം കിട്ടുന്നതാണോ അതോ? രണ്ടാമത്തെ കൊല്ലാണ്. ഇതിങ്ങനെ ശരിക്കും മണിക്കൂറുകള് പെയിന്റ് അടിച്ച് നിക്കല്, അത് കഴിഞ്ഞ് വെയിലത്തുള്ള തുള്ളല്, ക്ഷീണറിയില്ല. അതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. ആളുകൾക്കൊന്നും ഈ ക്ഷീണം അറിയില്ല, ദാഹം അറിയില്ല. അതെന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു വൈബ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അതില് വരുന്നില്ല. ഏതാ മുഖംമൂടിയൊക്കെ വീട്ടിലെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇനി കുട്ടികളൊക്കെ റെഡിയാകാൻ പോണത്. എന്താണ് പുലിവേഷം കെട്ടുന്നുണ്ടോ? ഇല്ല, കൂടെ നിൽക്കണു അല്ലേ? കൊട്ടാൻ അറിയോ? കൊട്ടറിയോ? ആളറിയോ? ഒന്ന് കൊട്ടിരിക്കേ ആണ്ടേ. അതാണ് പുലിക്കൊട്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇവിടെ ഭയങ്കര എല്ലാ ബ്ലഡിലുള്ളതാണ്. അത് ഈ മീനിനെ നീന്താൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ കൊട്ട് ഓട്ടോമാറ്റിക്കലി വരും. കാരണം അത് ഞങ്ങളുടെ ചോരലുള്ളതാ. അതാരും പഠിപ്പിച്ചിട്ടല്ല ഞങ്ങളെല്ലാം കൊട്ടണത്. ഞങ്ങൾ കൊട്ടുകാരും അല്ല, മേളം പഠിക്കുന്ന പോലെ ഞങ്ങൾ ആരും പഠിക്കണില്ല. പക്ഷെ പുലിക്കൊട്ട് എല്ലാവരും കൊട്ടു. ഇതിന്റെ ഒരു കൊട്ട് 2 സ്റ്റെപ്പ് ആരായാലും വെച്ചു പോകും. ഇത് കേട്ടു ചേട്ടൻ ഈ കൊട്ടിന്റെ ഭാഗമാണോ? ടീമിന്റെ ഭാഗമാണോ? അസുരതാളാണ് നമ്മുടെ തന്നെ. അപ്പൊ ആ ടീമാണ്. അവിടെ നമുക്ക് കാണാം ഇതിന്റെ ഉള്ളിലും പുലികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെ വല്ലതും കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല, കഴിക്കാൻ എങ്ങനെ ഇപ്പൊ കഴിക്കാം അത് ഇല്ല, തുടങ്ങിയിട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തായാലും മണിക്കൂറുകളുടെ ഒരു നീണ്ട ഇതിപ്പോ നമ്മള് വരയമ്പുലിയായിട്ടാണോ പുള്ളിപ്പുലിയായിട്ടാണ് ഇതിൽ അറിയില്ല. അത് അപ്പൊ അവര് കാത്തു നിൽക്കുക എന്താന്ന് അറിയില്ല. ഈ പുലിക്ക് വയറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വയറില്ലല്ലോ. ഇല്ല, വയറില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹമാണല്ലോ പുലിയിലേക്ക് എത്തിക്കുന്നത്. വയറില്ലെങ്കിലും നമ്മള് ആഗ്രഹം വയറിന് വേണ്ടി കാത്തേക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി മാറി എല്ലാവരുടെയും ഒരു ഇതിലേക്ക് മാറി വന്നു. അതെ 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 അതെ. ഇവിടെ കുറെ നമുക്ക് കാണാം വയറുള്ള പുലികൾ, വയറില്ലാത്ത പുലികൾ, പല വർണ്ണ പുലികൾ. ഇതാ കിളിപ്പച്ച പുലി അല്ലേ? ഇത് ഏത് പുലിയാട്ടാ? ഫ്ലൂറസെന്റ് ആണ്. ഇനി ഇതില് വരയാണോ കുത്താണോ? വരയാണ് വരിക. അപ്പൊ ഈ നമ്മള് ഒരുപാട് കാലം കഴിയുമ്പോ ഇതിന്റെയൊക്കെ ഒരു രൂപവും സ്വഭാവമൊക്കെ മാറുകയാണല്ലേ? മാറാൻ പാടില്ല. ഇത് പണ്ടുണ്ടായിരുന്ന തന്നെയാണ്. പണ്ടുണ്ടായിരുന്ന അപ്പൊ അത് പരിഷ്കരിച്ച് വീണ്ടും വീണ്ടും അതന്നെ. നിറങ്ങള് പുതിയതൊക്കെ എടുക്കുന്നുണ്ടോ? ഇല്ല, പണ്ടുണ്ടായിരുന്ന അതേ കളർ തന്നെയാണ്. അതേ കളർ. എന്താ വ്യത്യാസം എന്താ വന്നിട്ടുള്ളത്? ഇതിന്റെ വ്യത്യാസങ്ങളായിട്ട് പ്രത്യേകിച്ച് തിളക്കം വന്നിട്ടുണ്ടാവില്ലേ കുറച്ചുകൂടിയൊക്കെ? ഇത്തിരി കൂടി വാർണിഷ് കൂട്ടി കഴിഞ്ഞാൽ ഇത്തിരി കൂടി തിളക്കം കിട്ടും. രാത്രിയൊക്കെയാണ് ഈ ലൈറ്റ് ഇടുമ്പോ ഇത്തിരി കൂടി ഭംഗിയുണ്ടാവും. അതാണ് ഫ്ലോറസെന്റിന്റെ പ്രത്യേകത. എന്താണെങ്കിലും പണ്ടത്തെക്കാട്ടിലൊക്കെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആണ് അല്ലേ പെയിന്റുകളൊക്കെ? അതെ അതെ. ആർക്കും അങ്ങനെ ഇതുവരെ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. കഴുകി കളയാൻ വലിയ സമയം എടുക്കില്ലേ? കഴുകി കളയണമെങ്കിലും ഇത്തിരി സമയം പിടിക്കും. അതൊരു പണി തന്നെയാണ്. അത് പണിയാണ്. അതാണ് ശരിക്കും പണി. ആവേശമൊക്കെ രാത്രി 8 മണിക്ക് കഴിയും. അല്ല, എന്നാലും അവർ പരസ്പരം സഹായിച്ചിട്ടാണ് അത് കഴുകി കളയാ. കമ്മിറ്റിക്കാരുണ്ടാവും കൂടെ. ഇതാണ് ഇതിന്റെ ഒരു നിറം. ഫ്ലൂറസെന്റ് ആണ് അല്ലേ? ഫ്ലൂറസെന്റ് അതാണ്. അപ്പൊ അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ശങ്കരൻകുളങ്ങരയിലെ ഈ പുലിമടയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. ഈ പുലിക്കളിയുടെ ആവേശം അത് ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരികയാണ്. അപ്പൊ നമുക്ക് വരും മണിക്കൂറുകളിൽ മറ്റൊരു പുലിമടയിൽ നിന്ന് കാണാം. ശരി അനുമോദ് എന്തായാലും ആ മൂഡിലേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു. നമുക്ക്